ഹലോ ഫ്രണ്ട്സ്, വള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു നല്ലൊരു ദിവസമാണ് കേട്ടോ. അപ്പം നമ്മുടെ കർക്കിടക മാസമൊക്കെയാണ് ഈ മാസം. നമ്മൾ എന്നത്തെയും പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഏട്ടന് പണിക്ക് പോകണം, പിള്ളേർക്ക് സ്കൂളിൽ പോകണം. അമ്മയും പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്, ഏട്ടന് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം അങ്ങനെ എഴുന്നേറ്റ് നമ്മൾ നീറ്റൊക്കെ വന്നു. ഞാൻ അടുത്ത് നേരെ പോയി മുഖമൊക്കെ കഴുകി കേട്ടോ. നല്ല ഉറക്കച്ചളവുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകി ഒന്ന് സെറ്റായി വന്നു കേട്ടോ. പിന്നെ അടുത്ത് നമ്മുടെ പരിപാടി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കണം. ഒരു കപ്പോളം വെള്ളം കുടിക്കും കേട്ടോ. അത് ശീലമായൊരു കാര്യമാണ്. പിന്നെ വയറിനും ശരീരത്തിനൊക്കെ നല്ലത് തന്നെയാണല്ലോ. അപ്പോഴേക്ക് ഏകദേശം നിരക്ക് വെളുത്തായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം എടുത്തു, അങ്ങനെ വെള്ളം നിന്നിങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. ചിലരൊക്കെ പറയാറ് നിന്നിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. രാവിലെ നേരെ ഇരിക്കാനുള്ള സമയമില്ലാത്ത നമ്മൾ നിന്നിട്ട് തന്നെ വെള്ളം കുടിക്കുകയാണ്. നേരെ തീ പിടിപ്പിക്കാനാണ് കേട്ടോ പോയത്. തീ അണച്ച കത്തണമില്ല, വിറകണച്ച ഭയങ്കര നനവാണ് കേട്ടോ. നനവ് എന്ന് പറഞ്ഞാൽ മഴ കൊള്ളാതെ നമ്മൾ വയ്ക്കും. ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ടാണ് വയ്ക്കണത്. ഏകദേശം വിറക് വയ്ക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല. എന്നാലും ഷീറ്റൊക്കെ മൂടി നമ്മൾ അടുപ്പിൻ്റെ അരികിലൊക്കെ ആണ് വയ്ക്കാറ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ തീ പിടിപ്പിക്കാനും ഒക്കെ. പട്ടായാലും വിറകായാലും വയ്ക്കാനുള്ള സ്പേസൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നേരൊക്കെ ഏകദേശം നല്ല വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അകൊക്കെ അടിച്ചു വാരി നമ്മൾ തുടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. തുടച്ചിട്ട് വേണം നമുക്ക് വിളക്കൊക്കെ വയ്ക്കാൻ, കുളിക്കണം, വിളക്ക് വയ്ക്കണം. അത് കഴിഞ്ഞ് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്മയും മക്കളൊന്നും അപ്പോഴൊന്നും നീറ്റിട്ടില്ല കേട്ടോ. തുട കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി കുളിക്കാനുള്ള പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് നല്ല മഴ കേട്ടോ. ചില്ലറ മഴയൊന്നുമല്ല, നല്ല മഴ. നടക്കുക ഇറങ്ങണം. രാവിലെ പാലൊക്കെ വീട്ടുകളിലേക്ക് കൊണ്ടുകൊടുക്കാൻ പോണവരും ഒക്കെ എല്ലാവരും കുടയൊക്കെ ചൂടിയിട്ടാണ് പോകണടാ. നമ്മുടെ കോഴിക്കുട്ടന്മാരെയൊക്കെ നമ്മളെ അമ്മ വിടുന്നുണ്ട്. അരിയൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. മഴയാണെന്ന് വെച്ചാൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇനി വിറ്റങ്ങൾ മഴയൊക്കെ നനഞ്ഞ് കുതിരും. ഇനി എന്തായാലും ഇത്ര നേരം ഇതിൻ്റെ ഉള്ളിൽ മഴയൊന്നും കൊള്ളണില്ല. ചെറുതും വലുതായിട്ട് അത്യാവശ്യം കുറച്ച് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ ചോദിക്കാനൊക്കെ ഉണ്ട് ഈ കർക്കിടക മാസത്തിലൊക്കെ എല്ലാവരും. അപ്പോൾ ആ വിറ്റയ്ക്ക് തീറ്റയ്ക്ക് നമ്മൾ കൊടുത്തായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയി കുളിക്ക് കഴിഞ്ഞ് വന്നു. അതിൻ്റെ ഇടയിൽ ഏട്ടനൊന്ന് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എന്നെ വിളിക്കുന്നുണ്ട് ചായക്ക് വേണ്ടിയിട്ട് കേട്ടോ. ചായ നമ്മൾ വെച്ചിട്ടില്ല. എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരുപാട് സമയം കേട്ടോ. അപ്പോൾ അരി ഇട്ടായിരുന്നില്ല നമ്മൾ കേട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ട് അരി ഇടാന്ന് വെച്ചാൽ അപ്പോഴാണ് ഏട്ടനെ കൊണ്ടുപോകേണ്ട ചോറാവില്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പിന്നെ ഏട്ടന് ചോറ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ വേഗം പോയി ചോറിന് അരി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമുക്ക് വിളക്ക് വയ്ക്കാൻ പോവാമെന്ന് വിചാരിച്ചു. പൂവൊക്കെ നമ്മൾ പൊട്ടിക്കാൻ പോകുമ്പോൾ ഏകദേശം മഴയൊക്കെ തോർന്നാലും കേട്ടോ. ചെമ്പരത്തിയും തുളസി മാത്രമാണ് അധികം നമ്മുടെ അവിടെ ഉള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ കൂടുതലായി പൊട്ടിക്കാറ്. മഴയൊക്കെ പെയ്ത് ചെടികളൊക്കെ ഇപ്പോൾ നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തുളസിയും ചെമ്പരത്തിയൊക്കെ പൊട്ടിച്ചതിൻ്റെ ഇടയിൽ നമ്മുടെ ഏട്ടനായിട്ട് വീഡിയോ എടുക്കണത്. ഏട്ടനായിരുന്നു നീച്ച് വന്നായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ പൊട്ടിച്ച് നേരെ ഇനി വീട്ടിൽ പോവുകയാണ് കേട്ടോ. പൂ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വിളക്ക് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കർക്കിടക മാസമാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും എല്ലാവർക്കും നല്ലൊരു കർക്കിടക മാസത്തിൻ്റെ നല്ലൊരു ദിവസങ്ങളാവട്ടെ. അപ്പോൾ വിളക്കൊക്കെ വെച്ച് നല്ലതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ. കർക്കിടക മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ അമ്പലത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തേക്കൊക്കെ പോകണം. അപ്പം നമ്മുടെ നാട്ടിൽ ഈ കർക്കിടക മാസത്തിൻ്റെ തുടക്കത്തിലല്ല, കർക്കിടക മാസത്തിൽ നമ്മൾ മുക്കിറ്റിച്ചാറൊക്കെ നെറ്റിയിൽ തൊടും കേട്ടോ. അതൊരു പ്രത്യേക ഒരു ആചാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല. നല്ലതാണ്, ഔഷധ ഗുണമുള്ളത് എന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ മക്കൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ക്ലാസ് ടെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പേര് എഴുന്നേൽപ്പിച്ച് വിടുകയാണ് കേട്ടോ. കണ്ണനെയും കാശിക്കുട്ടനൊക്കെ എക്സാമാണ്. അപ്പോൾ 2 പേരും വിളിച്ച് എഴുന്നേൽപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുക്കളപ്പണിയിലോട്ട് കിടന്ന് വീണ്ടും ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം നമ്മുടെ ഇഡ്ഡലിയാണ് കേട്ടോ. പിന്നെ ഉപ്പേരി, കേബേജ് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനും ഞാനും കൂടി. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. ഏട്ടനെ ഞാൻ നൈസിൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ഏട്ടാ ഞാൻ ചായ എന്നിട്ട് കുടിക്കുക, ഈ കേബേജൊക്കെ ഒന്ന് നുറുക്കി തന്നിട്ട് പോകും, എന്തായാലും നേരെ ഏട്ടൻ മതിലൊക്കെ അങ്ങനെ കേടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ മേടിച്ചിട്ട് അപ്പോൾ ഞാൻ ഏട്ടനെ കുറ്റം പറഞ്ഞു. മേടിക്കുമ്പോൾ നോക്കി മേടിക്കണേന്ന് പറഞ്ഞ ഏട്ടനെ ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു കേട്ടോ. പറഞ്ഞു ഇതെന്തതിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോടും. ഇടയ്ക്ക് നമ്മുടെ അമ്മ വരണുണ്ട് കേട്ടോ. ഏട്ടൻ്റെ ചോറിന് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വയ്ക്കുക. രാത്രി കഴുകി വെച്ചായിരുന്നു കേട്ടോ. ഇന്നലെ രാവിലെ ഒന്നും കൂടി അത് കഴുകി വെക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ വർത്താനം പറയണുണ്ട് കേട്ടോ.
കാശിക്കുട്ടനും കണ്ണൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയണത്. രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ കാശിക്കുട്ടൻ നേരെ വരുന്നത് അടുപ്പിൻ്റെ ഇവിടേക്കാണ് കേട്ടോ. അവൻ ആ കുറച്ച് നേരം ആ കാലൊക്കെ വെച്ചിരുന്ന് ആ തീയൊക്കെ ഇങ്ങനെ കൊള്ളണം, എന്നാലാണ് രാവിലെ അവനൊന്ന് ഉഷാറാവുള്ളൂ. അപ്പോൾ എന്നോട് അമ്മ ചോറിൻ്റെ പാത്രം ഇങ്ങനെ തിളച്ചിട്ട് വീണു എന്ന് പറയണുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി അത് എടുത്തൊക്കെ വെച്ചു. അപ്പോൾ നമ്മുടെ കണ്ണൻ എക്സാം ആണെന്ന്. അപ്പോൾ കണ്ണൻ രാവിലെ നേരത്തെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൊത്തി വിളിച്ച് നീപ്പിച്ചിട്ടൊക്കെയാണ് നീറ്റിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ആല ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇഡ്ഡലിക്ക് ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ അരച്ചു. അതിനുശേഷം നമുക്ക് ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടില്ല. അതിൽ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ കേബേജൊക്കെ അതൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് കേബേജ് ഉപ്പേരിയാണ്. അത് കഴിഞ്ഞ് ഏട്ടന് കുളിച്ചൊക്കെ റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ടി വിയുടെ വയറൊക്കെ കടിച്ച് മുറിച്ചൊക്കെ കേട്ടോ എലി. കാശിക്കുട്ടനാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ ടി വി കാണണേന്ന് പറഞ്ഞ് ഭയങ്കര ബഹളാണ്. ഏട്ടനാണെന്ന് വെച്ചാൽ പോവാൻ നേരമായി. എന്നാലും ഏട്ടാ അത് ശരിയാക്കി ഞാൻ പറഞ്ഞു, ഏട്ടാ അവൻ ഇനി കരയാൻ തുടങ്ങി കേട്ടോ, ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട്. അപ്പോൾ ഏട്ടാ അതിനുള്ള പേപ്പറൊക്കെ എടുത്ത് നമ്മുടെ കവറൊക്കെ എടുത്തത് കെട്ടാൻ വേണ്ടിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വേഗം ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം ചെയ്യാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേട്ടന് ചോറൊക്കെ നിറച്ചു. പ്രത്യേകിച്ച് ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല കേട്ടോ. ഉപ്പേരിയും ചോറ് മാത്രമേ ഉള്ളൂ. ചോറിൻ്റെ മീനൊക്കെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം. കണ്ണൻ അപ്പയ്ക്കും ബാഗൊക്കെ കൊടുന്നു വന്നു കേട്ടോ. അപ്പോൾ വർക്കിംഗ് ഡ്രസ്സും ചോറൊക്കെ ആക്കി. അതിൻ്റെ ഇടയിൽ കാശിക്കുട്ടൻ അച്ഛൻ എന്ത് ചെയ്യും, ഇപ്പം ടി വി കാണണം, ഇഡലി കഴിക്കുമ്പോൾ എനിക്കത് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഏട്ടനോട് വഴക്കൂടാണ്, നിങ്ങൾ കാരണം കേടുവരുത്തി. എലീനെയും പറയണ്ട്, ഏട്ടനെയും പറയണേ, എല്ലാവരെയും പറയണുണ്ട്. ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു കുട്ടി കുറുമ്പനാട്ടോ നമ്മുടെ കാശിക്കുട്ടൻ. എല്ലാവരും ചീത്ത പറയേ. ഇഡ്ഡലി ആയതുകൊണ്ട് ഇന്ന് മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ കഴിക്കുക. മനസ്സോടെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ കാശിക്കുട്ടനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കാശിക്കുട്ടൻ ഇഡ്ഡലിപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് കഴിക്കും കേട്ടോ. കണ്ണനാച്ച ഒട്ടും ഇഷ്ടമില്ല ഇഡ്ഡലി. എന്താ ചെയ്യാം, നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വാരിയൊക്കെ കൊടുത്തു കാശിക്കുട്ടന്. ഏട്ടനും പോവാൻ നിൽക്കുകയാണ്. ഏട്ടനും ഫുഡൊക്കെ ആക്കി കൊടുത്ത് ഏട്ടനും പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടൻ്റെ പഴയ ഒരു ട്രൗസറും കൊണ്ടാണ് ഏട്ടൻ തുടയ്ക്കാൻ പോകുന്നത് കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മഴയത്താണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത് കേട്ടോ. എല്ലാ മഴയും കൊള്ളണം. രാവിലത്തെ രാത്രിയത്തെയും പകലത്തെ എല്ലാ മഴയും കൊള്ളണുണ്ട്. വണ്ടി എപ്പോൾ കേടാവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഏട്ടനും പോവാൻ നിൽക്കണേ. എനിക്ക് ടാറ്റയൊക്കെ തന്നു. അപ്പുറത്തെ അമ്മയും നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്ര ടാറ്റ, ബൈ ബൈ, സീ യു.